നമ്മുടെ ഗുണ കേവ് ഉണ്ടല്ലോ, അതൊന്നുമല്ല. തലസ്ഥാനത്ത് വന്നാൽ ഇഷ്ടം പോലെ ഗുണ കേവുകളുണ്ട്. റോഡ് മൊത്തം കുഴിയാണ്, നല്ല അടിപൊളി വാരിക്കുഴികൾ. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, എല്ലാം കാണാം. ഇലക്ഷൻ ചൂടാണ്, കൂടെ നല്ല ചൂട് ഇവിടെയുണ്ട്. അപ്പോൾ തുടങ്ങുന്നു. ഹോ, എന്തൊരു ചൂട്! നമ്മളെന്തായാലും യാത്ര തുടരുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ യാത്രയും. ചേട്ടേ, ഇവിടെ പോണ് എന്താണ് സാറേ? എനിക്ക് അറിഞ്ഞൂടാ. ഈ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചാൽ വന്ന റോഡ് ആണോ? വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. എന്ത് റോഡാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശശി തരൂർ ഒരു വട്ടം വരും, അടുത്ത 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും വരും. എന്താവശ്യം? ഒരാവശ്യം ഇവിടെ ഇല്ല. അപ്പോൾ ഒന്നും തരണില്ല ഇവിടെ. അപ്പോൾ ഇത്തവണ വോട്ട് ചെയ്യുന്നില്ലേ? എനിക്ക് വോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ രാജസഞ്ചയത്തിന് കൊടുക്കുള്ളൂ, BJP കൊടുക്കുള്ളൂ. ആണോ? കാരണം എന്താ അങ്ങനെ? കേന്ദ്രത്തിൽ BJP വരുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മളെ വോട്ട് വേസ്റ്റ് ചെയ്യണ്ട. ഒരിക്കലും വേസ്റ്റ് ചെയ്യില്ല. ഇല്ല, അങ്ങനെയാണോ? അങ്ങനെയാണ്. എന്തായാലും ശശി തന്നെ വീട്ടിൽ പോലും വരില്ല, തിരിഞ്ഞു പോലും നോക്കാത്തവനാണ്. ഇല്ല, നമ്മുടെ റോഡ് എങ്ങനെയുണ്ട്? ഗംഭീരല്ലേ? റോഡ് സൂപ്പർ, അഡ്വഞ്ചർ അല്ലേ? പിണറായി വിജയൻ സൂപ്പർ. അതുകൊണ്ടല്ലേ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. കുഴി വലിയൊരു വിഷയമാണ്. അതോടൊപ്പം തന്നെ തരൂരിനെ കാണുന്നില്ല എന്നും പറയുന്നു. ഓരോരുത്തർ അഭിപ്രായങ്ങളാണ്. അപ്പം നമുക്ക് കുറച്ച് നടന്നു നോക്കാം. നല്ല നല്ല അടിപൊളി കുഴികൾ കാണാം. എൻ്റെ അമ്മോ, എന്തൊരു ചൂട്! പക്ഷെ നട്ടുച്ച വെയിലത്തും പ്രചാരണം പൊടിക്കുകയാണ്. ചേട്ടന്മാരെ, ആരൊക്കെ? തരൂരിനോ? ശശി തരൂർ MP ആണോ? ജയിക്കുവോ? പാട്ടും പാടി ജയിക്കും. പാട്ടുപാടി ജയിക്കുവോ? ഏത് പാട്ട്? രമ്യ ഹരിദാസിന്റെ പാട്ടാണോ? അല്ല, ഇത് വേറെ പാട്ടായിരിക്കും അല്ലേ? ഒരു എത്ര വോട്ട് ജയിക്കും ഏകദേശം? കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം. കഴിഞ്ഞ വർഷം 1 ലക്ഷത്തിന്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ അത്ര വിശ്വാസത്തിലാണ് നമ്മൾ. ആണ്. അപ്പൊ 1 ലക്ഷം ഉണ്ടാവില്ല ഉറപ്പാണ്. ഇല്ല, ഇല്ലെങ്കിലും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. പിന്നെ എന്തൊക്കെ ചൂടെങ്ങനെ? ചൂട് അടിപൊളി ചൂടാണ്. ഇതിൻ്റെ കുഴിയാണെങ്കിൽ അതിന് കനക്കാലം മനോഹരം. പിന്നെ ഇതൊരു 2-3 മാസമായി. ഇന്നലെയും ഇവിടെ കുഴിച്ചു തുടങ്ങി. ഇനിയും കുഴിച്ചുകൊണ്ട് താഴോട്ട് അങ്ങാരം വരെ പോകും. കുഴിച്ച് വെള്ളം എൻ്റെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അവർ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോലും വേസ്റ്റായിട്ട് പോകുന്നില്ല. അത് വളരെ ശ്രദ്ധയായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ അവത്തതിരിഞ്ഞ് വരുന്നതിനിടയിൽ കുറച്ച് വെള്ളം ചോർന്ന് പോകുന്നു, അത് അവർ ഉടൻ തന്നെ വന്ന് ശരിയാക്കുന്നു. പിന്നെ ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പൊടിയും അമിതമായിട്ടുള്ള ചൂടിലും ഇവിടെ ഇങ്ങനെ ഈ ലോട്ടറി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു 3 മാസം കൊണ്ട് തിന്നുന്ന അത്രയും ചോറിന് പകരം 3/4 ഭാഗവും മണ്ണ്. ആര് ജയിക്കും? അതെനിക്ക് പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. ജയിക്കും എന്നുള്ള അത് ഇപ്പം ഒരു പാർട്ടിക്കാർ 15 കൊല്ലം കൊണ്ട് അവിടെ ഇരിക്കുകയല്ലേ. അപ്പോൾ അവരെന്തൊക്കെ ചെയ്യുന്നുള്ള ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജനങ്ങൾ അവരുടെ ആ ബുദ്ധികാരം, നമ്മളെ മലയാളികളാണ്, അപ്പോൾ അതനുസരിച്ച് അവരൊക്കെ ആക്കുക ചെയ്യണമെന്ന് തീരുമാനിക്കും. നല്ല ചൂടാട്ടോ, രക്ഷയില്ല. അപ്പം എൻ്റെ വഴി മുട്ടി, കാരണം അപ്പുറത്തേക്ക് പോകാൻ വേറെ വഴിയില്ല. അപ്പം ഈ സ്ഥാനാർത്ഥികളെ, നിങ്ങൾക്ക് ഡൽഹിക്കുള്ള വഴി മുട്ടാതിരിക്കട്ടെ. വീണ്ടും കാണാം. അതുവരേക്കും ബൈ.